ചൂടൊക്കെ അല്ലേ, ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കശുവണ്ടി പുട്ട് കഴിക്കാൻ. കശുവണ്ടി പുട്ട് ഒതൻറ്റിക് ടേസ്റ്റിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കശുവണ്ടി തന്നെ വേണം. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അതില്ല. അപ്പം ഞങ്ങൾ അടുത്ത വീട്ടിലെ ചേച്ചി ഞങ്ങൾക്ക് കശുവണ്ടി തന്നു. ടാസ്ക് 2 ഇത് ചൂടലാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഇത് ചൂടാനറിയില്ല. അപ്പം ഞങ്ങളത് ഉമ്മാനേൽപ്പിച്ചു. ഇത് കരിയാതെ ചുട്ടെടുക്കലാണ് ടാസ്ക് 3. അങ്ങനെ ഞങ്ങൾ തീയൊക്കെ കൂട്ടി വെച്ചു. കിട്ടിയ കശുവണ്ടിയൊക്കെ ചൂടാൻ വേണ്ടി തീയിലേക്ക് ഇട്ടു. കരിയാതെ കിട്ടണം, അത് മാത്രമാണ് എല്ലാവരും ലക്ഷ്യം. ഒരുവിധം കുഴപ്പമില്ലാതെ കശുവണ്ടി കിട്ടി. 1.5 മണിക്കൂർ ഞങ്ങൾ 4 പേര് പരിശ്രമിച്ചിട്ടാണ് ഇതിൻ്റെ പരിപ്പ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ പൊട്ടിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടില്ല ഞങ്ങൾ. പരിശ്രമത്തിനൊടുവിൽ ഇത്രയും പരിപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നുള്ള പണിയാണ് അരി വറുക്കുക, ശർക്കരപ്പാനി ഉണ്ടാക്കുക, തേങ്ങ ചിരവുക. ഇതൊക്കെ ചൂടാറാൻ വെക്കുമ്പോൾ ഇവരെ മേലൊക്കെ ഒരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പോവത്. സാധനങ്ങളൊക്കെ ഇവർ തീർക്കുന്നതിന് മുമ്പ് ഓരോന്നായി പൊടിച്ചെടുക്കണം. ആദ്യം അരി പൊടിച്ചിട്ടു, പിന്നെ ശർക്കര പൊടിച്ചു, പിന്നെ നമ്മുടെ മെയിൻ താരം അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തു, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ തേങ്ങ ചിരവിയതും ശർക്കരപ്പാനിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. അങ്ങനെ എല്ലാവരും പാടെ ചേർന്ന് ഇത് ഉരുട്ടി ഉണ്ടകളാക്കി. രാത്രി 12 മണിയായിക്കണു പുട്ട് റെഡിയായപ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് ഷേപ്പൊന്നും കാണൂല. പിന്നെ ഞങ്ങളൊരു കട്ടനൊക്കെ കൂട്ടി ഇതടിച്ചു. ഞങ്ങളെ ഈ നൈറ്റ് വൈബിനൊക്കെ കട്ട സപ്പോർട്ടായി നിന്നത് ഞങ്ങൾ നെയ്ബറായിട്ടുള്ള ഷെഹൻ ആൻറ്റിയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ നെയ്ബേഴ്സ് ഉണ്ടോ? എന്നാൽ വീഡിയോ കടയിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബായ്.